ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ PSC വേൾഡ്. അപ്പോൾ നമ്മുടെ ASM എക്സാമിന് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് മൊമെന്റ് റിവിഷൻ ഒക്കെ എല്ലാവരും നല്ല രീതിയിൽ നടത്തുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് റാങ്ക് മേക്കിംഗ് ടോപ്പിക്സിൽ ഉൾപ്പെട്ടിട്ടുള്ള കേരള ഗവേണൻസിന്റെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വർഷം നടന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഇതിൽ നമ്മൾ ഇന്ന് പറയുന്നതിൽ റിലേറ്റഡ് ഫാക്ട്സ് ഉണ്ടല്ലോ, ഈ റിലേറ്റഡ് ഫാക്ട്സിൽ നിന്നാണ് നല്ലവണ്ണം ചോദിക്കാൻ സാധ്യതയുള്ളത്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ഇന്നത്തേൽ കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്ന ഇത്തരം തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, നമ്മൾ കേവലം ജസ്റ്റ് മിയർ ആയിട്ട് പഠിക്കുന്ന ഫാക്ട്സിന് ഉപരി കുറച്ചധികം അഡീഷണൽ ഫാക്ട്സ് നമ്മൾ പഠിക്കേണ്ടി വരും. ഇപ്പൊ ഈ കഴിഞ്ഞ OAK ആണെങ്കിലും കുര്യൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കേരള ഗവേണൻസിന്റെ ഭാഗത്തുനിന്ന്, ഇമ്പോർട്ടന്റ് ആക്സിന്റെ ഭാഗത്തു നിന്നൊക്കെ വന്നു. അതിൽ നിന്നാണ് മിക്കവർക്കും മാർക്സ് നല്ലോണം പോയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ റാങ്ക് താഴാനുള്ള ഒരു കാരണമൊക്കെ അതാണ്. അതൊക്കെ ഒഴിവാക്കണമല്ലോ. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം കേരള ഗവേണൻസ് എന്നുള്ള ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്യണം. നമുക്ക് നോക്കാം, മാക്സിമം പറ്റാവുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്: കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾക്ക് നിലവിൽ നൽകുന്ന ക്ഷേമ പെൻഷൻ എത്ര രൂപയാണ്? ഇത് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റും. 1600 രൂപയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഓക്കെ, ഇനി താഴെ പറയുന്ന പ്രസ്താവനകളിൽ കിഫ്ബിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഇത്. അപ്പൊ ഞാൻ ഓൾറെഡി റാങ്ക് മേക്കിംഗ് ടോപ്പിക്സിൽ കേരള ഗവേണൻസിൽ കിഫ്ബി നല്ലോണം നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നോക്കിയേ, കേരള സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പണം സംഭരിക്കാനുള്ള ഒരു സംവിധാനമാണ് കിഫ്ബി. അത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ദെൻ സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് കിഫ്ബി ചെയർമാൻ. അത് തെറ്റാണ്. നിലവിൽ ചീഫ് സെക്രട്ടറിയായ ശ്രീമതി ശാരദാ മുരളീധരനാണ് കിഫ്ബി CEO. അതും ശരിയല്ല. ആൻസർ A ആണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മൾ ഇങ്ങനെയാണ് എഴുതുക കേട്ടോ. കിഫ്ബി എന്ന് പറയുന്നത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് എന്നുള്ളതാണ് ഫുൾ ഫോം. 1999 നവംബർ 11 ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇത് സ്ഥാപിതമാകുന്നത് 1999 നവംബർ 11. ഓക്കെ, ഒരു ആക്ട് വഴിയൊക്കെയാണ് വരുന്നത്. കേരളത്തിലെ പൊതുവായ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കായിട്ട് ഫണ്ട് രൂപീകരിക്കുക, അതുപോലെ വിനിയോഗിക്കുക എന്നുള്ളതിനൊക്കെ വേണ്ടിയിട്ട് വന്നൊരു സ്ഥാപനമാണ് കിഫ്ബി എന്ന് പറയുന്നത്. ഒബ്വിയസ്ലി ഒരു ആക്ടിനെ ബേസ് ചെയ്ത് വന്നതുകൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കേട്ടോ. ചെയർപേഴ്സൺ ആരാണ്? ചെയർപേഴ്സൺ നമ്മുടെ CM ആണ്. ഓക്കെ, ദെൻ വൈസ് ചെയർപേഴ്സൺ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ധനകാര്യ മന്ത്രിയായിരിക്കും, ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും. ഇപ്പോഴത്തെ ശ്രീ KN ബാലഗോപാൽ ആണ് ധനകാര്യമന്ത്രി, അതുകൊണ്ട് വൈസ് ചെയർപേഴ്സൺ അദ്ദേഹമാണ്. ഇനി ഇതിന്റെ CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് ആരാണെന്നറിയോ? ഡോക്ടർ KM എബ്രഹാം IAS. ഓക്കെ, ഇദ്ദേഹമാണ് എക്സ് ഒഫീഷ്യോ സെക്രട്ടറി ഫോർ ഫിനാൻസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, ഇത്രയുമാണ് കിഫ്ബിനെ കുറിച്ച് ജസ്റ്റ് മനസ്സിലാക്കേണ്ടത്. അതിനുള്ള കാര്യങ്ങൾ ഇവിടെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ട് ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഹെഡ് ക്വാർട്ടേഴ്സ് ഒബ്വിയസ്ലി ട്രിവാൻഡ്രം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ബേസിക് ആയിട്ട് മനസ്സിലാക്കിയാൽ മതി കിഫ്ബിനെ കുറിച്ച്. ഇനി കൂടുതലായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്താലും ഒരു എലിമിനേഷനിലൂടെയൊക്കെ പോകും കേട്ടോ. ഇനി ഒബ്വിയസ്ലി ഇത് RBIയുടെയും അതുപോലെ തന്നെ സെബിയുടെയും ഇതിലൊക്കെ രജിസ്റ്റർ ചെയ്തേക്കണതാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 2005 വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി വിവരാവകാശ അപേക്ഷ നൽകുമ്പോൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഉൾപ്പെടുന്ന വിഭാഗങ്ങളിലെ വ്യക്തികൾ എത്ര രൂപ ഫീസായി നൽകണം? നമുക്കറിയാം BPL വിഭാഗത്തിന് ഫീസ് ഒന്നും ഇല്ലാന്നാ പറയുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതില് ഈ സെക്ഷൻ, അതായത് BPLകാർക്ക് ഫീസ് ഇല്ല എന്ന് പറയുന്ന സെക്ഷൻ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം അത് ചിലപ്പോൾ ഇനി ചോദിക്കുമ്പോൾ ഇങ്ങനെ സെക്ഷനൊക്കെ വെച്ച് ചോദിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പോൾ മാറ്റിയും വരുന്നുണ്ട്. സെക്ഷൻ 7 ക്ലോസ് 5 ഇത് പറയുന്നത്. ഓക്കെ, പിന്നെ വിവരാവകാശം ആയിട്ട് ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ, എന്തൊക്കെ അധികാരങ്ങളാണ് വിവരാവകാശ കമ്മീഷന് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒബ്വിയസ് ആയിട്ട് നോക്കണം. ബേസിക്കലി നമുക്ക് ഇൻഫർമേഷൻ കമ്മീഷനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യം വരില്ല. എന്ന് ഫോം ചെയ്തു, ഇത് സംഘടനയാണ് അതിന് സഹായകമായത്, ഇത് വർഷം, ഇപ്പോഴത്തെ ആരാണ്, ആദ്യത്തെ ആരാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കേട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇതിൽ ജസ്റ്റ് നോട്ട് ചെയ്യേണ്ടത് മാത്രം ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. സെക്ഷൻ 2 ക്ലോസ് F ഇതിലാണ് വിവരം അഥവാ ഇൻഫർമേഷൻ. ഓക്കെ, ഇൻഫോർമേഷൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഒരു F ഇല്ലേ, ഇത് സ്ട്രെസ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ സെക്ഷൻ 2 ക്ലോസ് F ഇൻഫർമേഷനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇനി സെക്ഷൻ 2 ക്ലോസ് H പൊതു അധികാര സ്ഥാനം എന്നുള്ളതിനെ കുറിച്ച് പറയുന്നത്. അതിലാണ്. ദെൻ സെക്ഷൻ 2 ക്ലോസ് J എന്ത്? വിവരാവകാശം എന്നുള്ളതിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, വിവരാവകാശം എന്നുള്ളതിനെ കുറിച്ച് പറയുന്നത് 2 ക്ലോസ് J. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതെന്ന് പറയുന്ന സെക്ഷൻ 3 ആണ്.
3 എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി എല്ലാ പൗരന്മാർക്കും വിവരാവകാശം ഉണ്ടായിരിക്കും എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 3 എന്ന് പറയുന്നത്. സെക്ഷൻ 4 പൊതു അധികാര സ്ഥാനം, നമ്മൾ പറയില്ലേ പൊതു അധികാര സ്ഥാനങ്ങളുടെ കടമകളെ കുറിച്ച് പറയുന്നതാണ്. പിന്നെ കുറേയധികം സെക്ഷൻസ് ഉണ്ട്. നിങ്ങൾ വിവരാവകാശം പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് പഠിക്കണം. അതിൻ്റെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നത് നല്ലതാണ്. സെക്ഷൻസ് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ മാത്രം ഈ ഒരു ലാസ്റ്റ് മൊമെന്റിൽ ഞാനിത് തലയിൽ കുത്തിക്കയറ്റാനൊന്നും പറയത്തില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും, നമുക്ക് കൺഫ്യൂസിങ് ആവും. ഓക്കെ, പറ്റുന്നത് മാത്രം നോക്കിയാൽ മതി. പക്ഷേ എന്തൊക്കെയാണ് ഡ്യൂട്ടീസിൽ വരുന്നത് ഇൻഫർമേഷൻ കമ്മീഷൻ്റെ എന്നുള്ളത് ഒന്ന് കൃത്യമായിട്ട് നോക്കണം. കാരണം ഇതാണ് നമുക്ക് ലാബ് അസിസ്റ്റന്റിന് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചത്. ഓക്കെ, ഇൻഫർമേഷൻ കമ്മീഷന്റെ ഡ്യൂട്ടീസിലാണ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് വെച്ചിട്ട് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ആ ഒരു പ്രാധാന്യത്തോടു കൂടി തന്നെ എന്ത് ചെയ്യണം, ഡ്യൂട്ടീസ് നോക്കണം. അടുത്തത് സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി കേരളയുടെ ചെയർമാൻ ആരാണ്? അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് വാട്ടർഷെഡ് മാനേജ്മെന്റ് എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ റാങ്ക് മേക്കിംഗ് ടോപ്പിക്കിൽ ഞാൻ നോക്കാൻ പ്രത്യേകം പറഞ്ഞു. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ആരാണ്? ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കില്ല കേട്ടോ ഓപ്ഷൻ തരാം. അപ്പോൾ അതിനു മുമ്പ് നമുക്കൊന്ന് വാട്ടർഷെഡ് മാനേജ്മെന്റിനെ കുറിച്ച് പറയാം. ഓക്കെ, അപ്പോൾ ഉപരിതല ജലം. ഓക്കെ, ഉപരിതല ജലം ഞാൻ വേണ്ടത് മാത്രമേ പറയുള്ളൂ കേട്ടോ. ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് എന്ത്? തണ്ണീർത്തടങ്ങൾ. ഈ തണ്ണീർത്തടം എന്ന് പറയുന്നതിൽ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുന്നുണ്ട് നെൽവയലും അതുപോലെ തന്നെ നദികളും എന്തിൽ വരില്ല? ഇതിൽ വരില്ല, ഈ ഒരു കാറ്റഗറി വരില്ല. അത് നെൽവയലും നദികളും ഒഴികെയുള്ള ഉപരിതലം വരെ ജലത്തിന്റെ സാന്നിധ്യമുള്ളതുമായ സ്ഥലങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. അപ്പോൾ അത് സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി ഒരു സ്വയംഭരണ അതോറിറ്റി ആയിട്ട് നിലവിൽ വന്ന വർഷം 2015 മെയ് 25-നാണ്. ഓക്കെ, മെയ് 25-നാണ് വരുന്നത്. ഒരു സ്വയംഭരണ അതോറിറ്റി ആയിട്ടാണ് വരുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ 2017 തണ്ണീർത്തടങ്ങൾ സംരക്ഷണവും പരിപാലനവും ആ ഒരു ചട്ടപ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെ ഇതിൽ പ്രകാരം പുതിയൊരു സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി ആയിട്ട് കേരളത്തിൽ നിലവിൽ വന്നത് 2017 ഡിസംബർ 28-നാണ്. അപ്പോൾ ഈ ഡേറ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ശ്രദ്ധിക്കണം. തണ്ണീർത്തട അതോറിറ്റി വന്നത് എന്നുള്ളത് നമുക്ക് ഇതാണ് തന്നിട്ടുള്ളത് എങ്കിൽ ഇത് ഓപ്ഷൻസിൽ ഇതാണുള്ളെങ്കിൽ ഇത് കൊടുത്താൽ മതി. 2017 ഡിസംബർ 28 ഒരു സ്വയംഭരണ അതോറിറ്റി ആയിട്ട് വരുന്നത് ഈ പറയുന്ന രീതിയിൽ 2015 മെയ് 25-നാണ്. അതേസമയം കേന്ദ്ര സർക്കാരിൻ്റെ 2017 ആ ഒരു നിയമപ്രകാരം, ആ ഒരു ചട്ടം അവർ കൊണ്ടുവന്ന ചട്ടപ്രകാരം ഫോം ചെയ്ത് 2017 ഡിസംബർ 28-നാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഒരിക്കലും ആ ഒരു സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കണം എന്നല്ല പറയുന്നത്, പരിസ്ഥിതി മന്ത്രി ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ആരായിരിക്കണം? പരിസ്ഥിതി മന്ത്രി ആയിരിക്കണം. അത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരാണ്? മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി നമുക്ക് ഓപ്ഷൻസിൽ ഉള്ളതുകൊണ്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ വൈസ് ചെയർപേഴ്സൺ ആരാണ്? വൈസ് ചെയർപേഴ്സൺ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണെന്നറിയോ? അത് ചീഫ് സെക്രട്ടറിയാണ്. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ് മെമ്പർ സെക്രട്ടറി. മെമ്പർ സെക്രട്ടറി ആരാണ്? മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത് പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് ഡയറക്ടറാണ്. ഇവിടെ ഫുൾ എഴുതാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ എഴുതാം. പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് ഡയറക്ടറാണ് മെമ്പർ സെക്രട്ടറി. ഇത്രയും കാര്യങ്ങൾ തണ്ണീർത്തട അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കണം. ഓക്കെ, ഇത് ചോദിക്കും. ഇനി ഇതിപ്പോൾ അതോറിറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ഇതിൽ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2008-ലാണ് നിലവിൽ വന്നത്. ഓക്കെ, 2008 ഓഗസ്റ്റ് 11-നാണ് ഈ ഒരു നിയമം നിലവിൽ വന്നത്. ഓക്കെ, അപ്പോൾ ഇത് പ്രാബല്യത്തിൽ വന്നത് ഓഗസ്റ്റ് 12 എന്നുള്ള രീതിയിലും കാണുന്നുണ്ട്. വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ എന്ന് പറയുന്നത് നമുക്കറിയാം ഫെബ്രുവരി 2 ആണ് എന്നുള്ളത് അല്ലേ. ഇതിൻ്റെ തീം എപ്പോഴും ചോദിക്കാറുണ്ട് ഓരോ വർഷത്തെയും. ഇപ്പോൾ 2024 നിങ്ങൾക്ക് അറിയാമായിരിക്കും വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് എന്നുള്ളതാണ് തീം. ഓക്കെ, വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് എന്നുള്ളതാണ്. ഇനി 2025 തീം ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അത് പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ എന്നുള്ളതാണ്. ഓക്കെ, പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ എന്നുള്ളതാണ് തീം. ഇത് ചോദിക്കും കേട്ടോ. 23 ജസ്റ്റ് വെറ്റ്ലാൻഡ് റെസ്റ്റോറേഷൻ എന്നുള്ളത് മാത്രമാണ് തീം എന്ന് പറയുന്നത്. ഇനി വെറ്റ്ലാൻഡ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സ്ഥിരം പറയുന്ന ഒന്നാണ് എന്ത്? റാംസാർ സൈറ്റ് എന്ന് പറയുന്നത് അല്ലേ. നിലവിൽ ഇന്ത്യയിൽ 91 റാംസാർ സൈറ്റ്സ് ആണ് ഉള്ളത്. അപ്പം ഞാൻ ഇതൊരു ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ 92 എന്താണ്ട് ഓറലായിട്ട് പറഞ്ഞു പോയി. 91 ആണ് ഈ പറയുന്ന റാംസാർ ഉടമ്പടി പ്രകാരമാണ് 1975 ആണ് റാംസാർ ഉടമ്പടി നിലവിൽ വരുന്നത്. അപ്പോൾ ഇത് പ്രകാരമാണ് റാംസാർ സൈറ്റുകളൊക്കെ പ്രഖ്യാപിക്കപ്പെടുന്നത്. ഇനി ഇന്ത്യയിൽ 91 ആണ് അറ്റ് പ്രസന്റ് ലാസ്റ്റ് കൂട്ടിച്ചേർത്ത റാംസാർ സൈറ്റുകളാണ് ഇതിൽ ചോദിക്കാൻ സാധ്യത കൂടുതൽ. ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ലേറ്റസ്റ്റ് വന്നതിൽ ഏതാണ് കൂട്ടിച്ചേർത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചൻ, അതുപോലെ തന്നെ മീനാർ രാജസ്ഥാനിലെ ആണ് ഇതാണ് ലാസ്റ്റ് കൂട്ടിച്ചേർത്തേക്കുന്നത് കേട്ടോ. ഇത് കറണ്ട് അഫെയർ ആയിട്ടും വരും, കേരള ഗവേണൻസിൻ്റെ ഭാഗത്തു നിന്നും വരും. നെക്സ്റ്റ്
കേരള സംസ്ഥാന ആസൂത്രണ ബോർഡുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് എന്നുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു പ്ലാനിംഗ് ബോർഡിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ക്ലാസ് പോലെ എടുത്തിട്ടുണ്ട്, ഏതൊക്കെ പോയിന്റ്സാണ് നോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് കേട്ടിട്ടുള്ളവർക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. സംസ്ഥാന തലത്തിൽ സമഗ്രമായ ആസൂത്രണം നടപ്പിൽ വരുത്തുന്നതിൻ്റെ ഭാഗമായി കേരളത്തിൽ 1967 രൂപം നൽകിയതാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ്. ഇത് ശരിയാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സെപ്റ്റംബറിലാണ് ഇത് രൂപീകരിക്കപ്പെടുന്നത്, 1967. ഇനി സാമ്പത്തിക ആസൂത്രണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളെ ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷനായിട്ട് നിയമിക്കുന്നു. ആണോ? അല്ല. ദെൻ ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് മുന്നോടിയായി എല്ലാ വർഷവും ബജറ്റ് അവതരണത്തിന് മുമ്പ് സംസ്ഥാന നിയമസഭയിൽ സമർപ്പിക്കുന്ന രേഖയാണ് കേരള എക്കണോമിക് റിവ്യൂ. ഇത് ശരിയാണ്. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവന 1, 3 മാത്രമാണ്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് കേരള പ്ലാനിംഗ് ബോർഡിനെ കുറിച്ച് നോക്കാം. കേരള ഗവൺമെൻറ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു അഡ്വൈസറി ബോഡിയാണിത്. അതായത് ലൈക്ക് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ ദേശീയ തലത്തിൽ വരുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ കേരളത്തിൽ ഇപ്പോൾ കേരളം എന്ന സംസ്ഥാനം എടുത്തു കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഉള്ള ഒരു പ്ലാനിംഗ് ബോർഡ് ഇപ്പോൾ ഓരോ വർഷത്തെ അല്ലെങ്കിൽ ഇത്ര വർഷത്തെ കാര്യങ്ങൾ എങ്ങനെ നടപ്പിലാക്കണം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്ന രീതിയിലുള്ളതാണ് പ്ലാനിംഗ് ബോർഡ് ഇവിടുത്തെ. അപ്പോൾ ഇതൊരു അഡ്വൈസറി ബോഡിയാണ്. ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിൽ ചെയർമാൻ എന്ന് പറയുന്നത് ആരായിരിക്കും? CM ആയിരിക്കും, മുഖ്യമന്ത്രി ആയിരിക്കും ചെയർപേഴ്സൺ. പിന്നെ ഒരു വൈസ് ചെയർപേഴ്സൺ ഉണ്ട്. ഓക്കെ, വൈസ് ചെയർപേഴ്സൺ ഉണ്ട്. പിന്നെ അംഗങ്ങളായിട്ട് മന്ത്രിമാരും ഉണ്ടാവും, മന്ത്രിമാരല്ലാത്തവരും ഉണ്ടാവും. പിന്നെ ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ട്. ഓക്കെ, മെമ്പർ സെക്രട്ടറി ഉണ്ട്. ഇത്രയും ആൾക്കാരാണ് ഉണ്ടാവുക. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ചീഫ് സെക്രട്ടറിയും ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ബോർഡിൻ്റെ സ്ഥിരം ക്ഷണിതാക്കളാണ്. ജസ്റ്റ് മാറ്റി എഴുതിയതാണ്. ഇപ്പോൾ ചെയർപേഴ്സൺ CM എന്ന് പറഞ്ഞല്ലോ. വൈസ് ചെയർപേഴ്സൺ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഫസർ VK രാമചന്ദ്രനാണ് കേട്ടോ. മെമ്പർ സെക്രട്ടറി ഡോക്ടർ A ജയതിലക് IAS. ഓക്കെ, ഇത് 15 തവണയാണ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്, പുനഃസംഘടിപ്പിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ചെയ്തിട്ടുള്ളത് 2016. ഇതൊക്കെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കേരള എക്കണോമിക് റിവ്യൂ ഇവരാണ് ഇറക്കുന്നത്, ലൈക്ക് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡാണ് ഇറക്കുന്നത്. ഇത് ഭരിക്കുന്ന പാർട്ടിക്ക് കോട്ടർമിനസ് ആയിട്ടായിരിക്കും ഇങ്ങനെ വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, 2021 നിലവിൽ വന്നത് എത്രാമത്തെ കേരള നിയമസഭയാണ്? എത്രാമത്തെയാണത്? അത് 15ാമത്തെയാണ്. ഓക്കെ, ദെൻ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ ഏതാണ്? അത് നമുക്കറിയാം, K-SMART ആണ്. നമ്മൾ സ്ഥിരം പറയുന്നതാണത്. അപ്പോൾ ബാക്കിയുള്ളത് നിങ്ങൾക്കറിയാമായിരിക്കും ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ. ഇതിൽ K-സേവന എന്ന് പറയുന്നത് സേവന പെൻഷൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ളൊരു പോർട്ടലാണത് K-സേവന. സഞ്ജയ എന്ന് പറയുന്നത് ടാക്സ് റിലേറ്റഡ്, ബിൽഡിംഗ് ടാക്സ് ഒക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അടയ്ക്കാനുള്ള എളുപ്പത്തിനൊക്കെ വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടുള്ളതാണ്. വെബ് പോർട്ടലാണ് സഞ്ജയ എന്ന് പറയുന്നത്. ദെൻ സുഗമ എന്ന് പറയുന്നത് ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കുക, സംസ്ഥാന റോഡ് അറ്റകുറ്റപ്പണികളുടെയൊക്കെ ഏകോപനത്തിനായിട്ട് കേരള IT മിഷൻ വികസിപ്പിച്ചെടുത്താണ് സുഗമ എന്ന് പറയുന്നത്. ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞെന്നുള്ളൂ, നിങ്ങൾക്ക് അറിയാമായിരിക്കും കേട്ടോ. അതൊക്കെ ഒന്ന് നോക്കി വെച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ചോദ്യപേപ്പറിൽ ഇത്രയും ചോദ്യങ്ങളുണ്ട്. കേരള ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട് LD ക്ലർക്കിൻ്റെ ലേറ്റസ്റ്റ് ആണെന്ന എക്സാമിന് വന്നതാണ്. അപ്പോൾ ഇതേ സിലബസ് ആയതുകൊണ്ട് നമ്മൾക്കും ഈ ഏരിയാസിൽ നിന്നുള്ള ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം, വേറെ തരത്തിലുള്ള എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അടുത്തൊരു ചോദ്യപേപ്പറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നോക്കുന്നത്. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? നമ്മൾ കണ്ടു, February 2 ആണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമങ്ങൾ താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. അപ്പോൾ സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉത്തരത്തിലൂടെ കിടക്കാം. അപ്പോൾ സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 243I ആൻഡ് 243Y ആണ്. ഓക്കെ, അപ്പോൾ സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? ഒബ്വിയസ്ലി ഗവർണറാണ്. എത്ര വർഷത്തേക്കാണ്? 5 വർഷമാണ് അല്ലെ, 5 വർഷത്തേക്കാണ് കാലാവധി. നിലവിലെ കേരള ധനകാര്യ കമ്മീഷനിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ചെയർമാൻ ഉൾപ്പെടെ 3 മെമ്പേഴ്സേ ഉള്ളൂ. പ്രഥമ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകൃതമായ വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1994 ഏപ്രിൽ 23 നമ്മൾ പറഞ്ഞല്ലോ, ഈ സമയത്താണ് കേരള പഞ്ചായത്തി രാജ് നിയമം വന്നത്. ആ സമയത്ത് തന്നെയാണ് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷനും രൂപീകരിക്കപ്പെടുന്നത്. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അംഗങ്ങളുടെ എണ്ണം ഉണ്ടല്ലോ, 3-ൽ കൂടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. ഈ അംഗങ്ങളുടെ എണ്ണം ചെയർമാൻ ഉൾപ്പെടെ 3-ൽ കൂടാൻ പാടില്ല എന്ന് 1994 ഈ കേരള പഞ്ചായത്തി രാജ് നിയമത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. ഓക്കെ, അത് ഏത് സെക്ഷനിലാണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊരു കളറിൽ കാണിക്കാം. 186 ക്ലോസ് 2 പ്രകാരം 3-ൽ കൂടാൻ പാടില്ല എന്ന് കേരള പഞ്ചായത്തി രാജ് ആക്ടിൽ പറയുന്നുണ്ട്. ഇനി കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ രൂപീകരണത്തിന് കാരണമായ നിയമങ്ങൾ, അത് കേരള പഞ്ചായത്തി രാജ് നിയമങ്ങൾ ഏതൊക്കെയാണ്? അതാണല്ലോ നമ്മുടെ ചോദ്യം. അത് നമുക്ക് ഇവിടെ ഓപ്ഷൻസിൽ തന്നിട്ടുള്ള പോലെ 1994 കേരള പഞ്ചായത്തി രാജ് നിയമം സെക്ഷൻ 186. ഓക്കെ, ഇത് പ്രകാരവും അതുപോലെ 1994 കേരള മുനിസിപ്പാലിറ്റി നിയമം സെക്ഷൻ 205. ഈ 2 ആർട്ടിക്കിൾസ് പ്രകാരമാണ് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് കേട്ടോ. നിലവിലെ ചെയർമാൻ ആരാണ്? ഡോക്ടർ KN ഹരിലാലാണ്. ഓക്കെ, KN ഹരിലാലാണ് ഇപ്പോഴത്തെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. 7th ചെയർമാൻ ആണ് കേട്ടോ. 7ാമത്തെയാണ്. 6ാമത്തേത് SM വിജയാനന്ദായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ആരായിരുന്നു? ഫസ്റ്റും ഇപ്പോഴത്തെയും എപ്പോഴും നോക്കണം കേട്ടോ. ഫസ്റ്റ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PM എബ്രഹാം ആണ്. ഓക്കെ, PM
എബ്രഹാം. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യാം. അതിൻ്റെ ഇടയിലുള്ളവരുടെയും വെച്ച് ചോദിക്കുന്നുണ്ട്. പറ്റാവുന്നവർ അത് പഠിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഇത് മാത്രം ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ആ ഒരു ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? സംസ്ഥാനത്തെ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ ധനസ്ഥിതി വിലയിരുത്തുന്നു. ഓക്കെ, ദെൻ സംസ്ഥാന ഗവൺമെൻറ്റിനും പ്രാദേശിക ഗവൺമെൻറ്റുകൾക്കും ഇടയിലെ വരുമാന വിതരണം പരിശോധിക്കുന്നു. ദെൻ ഗ്രാമീണ മേഖലയിലെ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെയും നഗരങ്ങളിലെ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെയും ഇടയിലെ വരുമാന വിതരണം അവലോകനം ചെയ്യുന്നു. അതുപോലെ തന്നെ ഗ്രാമീണ മേഖലയിലെ പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് ഫണ്ട് അനുവദിക്കുന്നത് ഒരു രാഷ്ട്രീയ വിഷയമല്ലെന്ന് ഉറപ്പുവരുത്തുന്നു. ഇത്രയൊക്കെയാണ് ഡ്യൂട്ടീസിൽ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റും. നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ട വർഷം. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റാങ്ക് മേക്കിംഗ് ഹോട്ട് ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കി വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ കേരളത്തിൻ്റെ ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ട വർഷം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2007 മെയ് 4 ഓക്കെ, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിക്കുന്നത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളത്തിലാണ് രൂപീകരിക്കപ്പെടുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദേശീയ ദുരന്ത നിവാരണ നിയമം ഓക്കെ 2005 ദേശീയ ദുരന്ത നിവാരണ നിയമം വരുന്നത്. 2005 ഇതിൽ എത്ര അധ്യായങ്ങളുണ്ടായിരുന്നു, എത്ര ചാപ്റ്റേഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എത്ര അധ്യായങ്ങളാണ്? 11 അധ്യായങ്ങളും അതുപോലെ സെക്ഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ 79 സെക്ഷൻസും ആയിരുന്നു ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ സെക്ഷനും അധ്യായങ്ങളും ടോട്ടൽ നമ്പർ വെച്ചിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. അത് ഇതിൻ്റെ മാത്രം ഇൻഫർമേഷൻ ആക്ട് ഓക്കെ, അതുപോലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ടോട്ടൽ ചാപ്റ്റേഴ്സ് അതുപോലെ ഷെഡ്യൂള് എത്ര സെക്ഷനുകൾ എന്നുള്ള ആ ഒരു എണ്ണവും കൂടെ നോക്കി വയ്ക്കുന്നത് നല്ലതാണ്. ഇത് നിങ്ങൾക്ക് റാങ്ക് മേക്കിംഗ് ആകാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, അപ്പോൾ 2005 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് വഴിയാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ 2005 ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി രൂപം കൊള്ളുന്നു. അതുപോലെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി വരുന്നുണ്ട്, ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഉണ്ട്, അതുപോലെ അതിൻ്റെ താഴേക്കും ഉണ്ട് കേട്ടോ. പക്ഷേ മെയിൻലി ഇത് രണ്ടുമാണ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ജസ്റ്റ് കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കാം. ഈ പറയുന്ന ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിതമാകുന്നത് 2005 മെയ് 30 2005 മെയ് 30 ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെയാണ് ആദ്യം വരുന്നത്. പിന്നെ അതിന് സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിക്കുകയാണ് ചെയ്യുന്നത് ഡിസംബർ 23 ഇതേ വർഷം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് രൂപീകരിക്കപ്പെട്ടത് എന്നുള്ള രീതിയിൽ ഇത് ഓർത്താലും മതി. പക്ഷേ സ്റ്റാറ്റ്യൂട്ടറി പൊസിഷൻ കിട്ടുന്നത് ഡിസംബർ 23 ഓക്കെ, ഡിസംബർ 23. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി നമ്മളിപ്പോൾ കണ്ടു 2007 മെയ് 4 ഓക്കെ, 2007 മെയ് 4 രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് പഠിച്ചാൽ നമ്മൾ മാർക്കില്ല. ഓക്കെ, ഇനി സെക്ഷൻ 3 പ്രകാരമാണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി വരുന്നത് എങ്കിൽ സെക്ഷൻ 14 പ്രകാരമാണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി വരുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, പിന്നെ എന്താണ് പ്രത്യേകത ഈ രണ്ടിൻ്റെയും? ഇപ്പോൾ നമ്മൾ മെയിൻലി നോക്കേണ്ടത് ഈ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് എത്രയാണ്? ഇത് 5 years ആണ് കാലാവധി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ സ്ഥാനം ഇത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഇത് ഒബ്വിയസ്ലി ട്രിവാൻഡ്രം ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര അംഗങ്ങളുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു അതോറിറ്റിയിൽ കൃത്യമായിട്ട് മനസ്സിലാക്കണം. രണ്ടിലും ആകെ അംഗങ്ങൾ ചെയർപേഴ്സൺ ഉൾപ്പെടെ 10 കൂടാൻ പാടില്ല. ഓക്കെ, 10 അംഗങ്ങളുടെ പറയുന്നത്. അപ്പോൾ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ചെയർപേഴ്സണും 9 കൂടാതെ മറ്റ് അംഗങ്ങളും എന്നുള്ള രീതി തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ. ഇനി ഇതിൽ ഓരോരുത്തരും ഏതൊക്കെ പൊസിഷനിൽ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി എടുക്കുകയാണെങ്കിൽ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്ററാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിൽ ആരായിരിക്കും? CM ആയിരിക്കും അല്ലേ, ചീഫ് മിനിസ്റ്റർ ആയിട്ട്. ഇനി അംഗങ്ങൾ 10 പേര്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയ അതോറിറ്റിയുടെ ചെയർപേഴ്സണാണ് നാമനിർദ്ദേശം ചെയ്യുക. എവിടെ? നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിൽ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും നോമിനേറ്റ് ചെയ്യുക മെമ്പേഴ്സിനെ. ഓക്കെ, മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്ററാണ്. എന്നാൽ ഇവിടെ വ്യത്യാസമുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി കേരളത്തിൻ്റെ നമ്മൾ ചെയർമാൻ ഉൾപ്പെടെ 10 അംഗങ്ങളായിരിക്കണം എന്ന് പറഞ്ഞു ഓൾറെഡി അല്ലേ. അപ്പോൾ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചെയർമാൻ എന്ന് പറയുന്നത് CM ആണ്. വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് റവന്യൂ മിനിസ്റ്ററാണ്. ദെൻ ബാക്കി മെമ്പേഴ്സിൽ കുറച്ച് മിനിസ്റ്റേഴ്സ് വരുന്നുണ്ട്. ഒന്ന് കൃഷി വകുപ്പ് മന്ത്രി. ഓക്കെ, കൃഷി മന്ത്രി വരുന്നുണ്ട്. ദെൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി വരുന്നുണ്ട്. ഓക്കെ, ആഭ്യന്തരമന്ത്രിയുണ്ട്. ഈ 2 മന്ത്രിമാർ എന്താണ് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സായിട്ട് ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഇനി നമുക്ക് ഉള്ള ബാക്കിയുള്ളതിൽ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് CEO ആയിട്ട് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ CEO ആയിട്ട് ഇരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചീഫ് സെക്രട്ടറിയാണ്. നേരത്തെ കണ്ട റവന്യൂ മിനിസ്റ്റർ ഉണ്ടല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ട് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ട് കൺവീനറായിട്ട് കേട്ടോ. കൺവീനറായിട്ട് റവന്യൂ സെക്രട്ടറി ഉണ്ട്, പ്രിൻസിപ്പൽ സെക്രട്ടറി. അതുപോലെ തന്നെ എക്സ് ഒഫീഷ്യോ മെമ്പറായിട്ട് ആഭ്യന്തര വകുപ്പിൻ്റെയും എന്തുണ്ട് സെക്രട്ടറി ഉണ്ട്. ഓക്കെ, ആഭ്യന്തര വകുപ്പിൻ്റെയും സെക്രട്ടറി ഉണ്ട് മെമ്പറായിട്ട് സെക്രട്ടറി. ദുരന്ത നിവാരണ രംഗത്തു നിന്നുള്ള 2 വിദഗ്ധരുണ്ട്. ഓക്കെ, ഡിസാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് അതിലുള്ള വിദഗ്ധരുണ്ട് 2 പേര്. പിന്നെ ഉള്ളത് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ തലവനാണ്. ഓക്കെ, മെമ്പർ സെക്രട്ടറി ആയിട്ട് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററിൻ്റെ തലവനുണ്ട്.
ഓക്കെ, പിന്നെ ഒരു ILDM ഫാക്കൽറ്റി ഉണ്ട് കേട്ടോ. ILDM ഫാക്കൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, അതിൻ്റെ ഫാക്കൽറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ എനിവേസ് ഇത്ര പേരാണ് മെയിൻലി ഉള്ളത്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ആണെങ്കിലും സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ആണെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു അതോറിറ്റിക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഉണ്ട്. അപ്പോൾ നാഷണൽ ആകുമ്പോൾ അത് നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്, സ്റ്റേറ്റ് ആകുമ്പോൾ അത് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. ഈ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? ചീഫ് സെക്രട്ടറി ആണ്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. അതായത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സംസ്ഥാന കാര്യനിർവഹണ സമിതി എന്ന് പറയും സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി. അതിൻ്റെ ചെയർമാൻ ചീഫ് സെക്രട്ടറിയാണ്. അതിൽ 4 ഗവൺമെൻറ് സെക്രട്ടറിമാരും അംഗങ്ങളാണ്. ഓക്കെ, 4 ഗവൺമെൻറ് സെക്രട്ടറിമാരും അംഗങ്ങളാണ്. ഇത് ഒന്ന് മെയിനായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക കേട്ടോ. പിന്നെ KSDMAയുടെ മോട്ടോ എന്താണ്? KSDMAയുടെ മോട്ടോ സുരക്ഷായനം എന്നുള്ളതാണ്, ടുവേർഡ്സ് എ സേഫർ സ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചോദ്യമാകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ ഡിസ്ട്രിക്റ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഒന്ന് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ അതിൽ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് കളക്ടറാണ്. ഓക്കെ, ഡിസ്ട്രിക്റ്റിൻ്റെ ചെയർമാൻ ആരായിരിക്കും? ഡിസ്ട്രിക്റ്റ് കളക്ടറായിരിക്കും. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ ചോദിക്കാം. ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ അത്രയും പോകുന്നില്ല. കാരണം നമുക്ക് ഈ ഒരു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് വേണ്ടത് മാത്രം ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഈ ഡിസ്ട്രിക്റ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിക്ക് കഴിഞ്ഞിട്ട് പിന്നെ തദ്ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ട് കേട്ടോ. അതൊക്കെ ഉണ്ട്. ഇനി കുറച്ച് ഈ ഒരു ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മഴ മുന്നറിയിപ്പിൻ്റെയൊക്കെ നിങ്ങൾക്കറിയാം. അതല്ലാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ടോൾ ഫ്രീ നമ്പർ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ചിലപ്പോൾ ചോദിക്കാം. 1079 എന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ടോൾ ഫ്രീ നമ്പർ. ഓക്കെ, ഹെൽപ്പ് ലൈൻ നമ്പർ 1077. ഇത് ടോൾ ഫ്രീ, ഇത് ഹെൽപ്പ് ലൈൻ. ഓക്കെ, ദുരന്തം പ്രതികരണ മാർഗരേഖയായി കേരളം പുറത്തിറക്കുന്ന പ്രസിദ്ധീകരണം ഏതാണ്? അത് ഓറഞ്ച് ബുക്കാണ്, ഓറഞ്ച് ബുക്ക്. ഓക്കെ, അതുപോലെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ദുരന്ത സംബന്ധമായ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും തയ്യാറാക്കാൻ ഉള്ള ആപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്യൂ കോപ്പി എന്നുള്ളതാണ്. ക്യൂ കോപ്പി എന്ന് പറയുന്ന ആപ്പിലാണ് എന്ത് ചെയ്യുന്നത്? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ദുരന്ത സംബന്ധമായ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും നൽകാൻ തയ്യാറാക്കിയിട്ടുള്ള ആപ്പ് എന്ന് പറയുന്നത്. അതുപോലെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ച് അറിയാൻ കേരള IT മിഷൻ പുറത്തിറക്കിയ ആപ്പ് കേരള എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫുൾ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചിരിക്കുക. അടുത്ത ചോദ്യം, കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത് ഏത് വർഷമാണ്? ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇമ്പോർട്ടൻറ്റ്. പഞ്ചായത്ത് രാജ് ആക്ടാണ് ചോദിച്ചിട്ടുള്ളത്. 1994 ഏപ്രിൽ 23. നെക്സ്റ്റ് ഒരു പേപ്പറിലെ കുറച്ച് കേരള ഗവേണൻസ് റിലേറ്റഡ് ആയിട്ടുള്ളത് നോക്കാം. ഓപ്പറേഷൻ അമൃത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? അത് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ കുറിപ്പടിയില്ലാതെ മരുന്ന് വിറ്റാൽ നടപടിയെടുക്കുന്നത് സംബന്ധിച്ചിട്ടുള്ളതാണ്. ദെൻ കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഇത്രയും ഒന്നും ടഫായിട്ടുള്ളത് ചോദിക്കില്ല കേട്ടോ, എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതികൾ തൊടുപുഴ, വടകര എന്നിവിടങ്ങളിലാണ്. ഇത് ശരിയാണ്. അവശ്യ വസ്തുക്കളുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി തൃശ്ശൂരാണ്. ശരിയാണ്. നെയ്യാറ്റിൻകര, കൊട്ടാരക്കര എന്നിവിടങ്ങളിലാണ് അബ്കാരി കേസുകൾ മാത്രമുള്ള പ്രത്യേക കോടതികൾ പ്രവർത്തിക്കുന്നത്. അതും ശരിയാണ്. ലോക് അദാലത്തിൽ തീർപ്പാക്കിയ കേസുകൾക്ക് തുടർന്ന് അപ്പീൽ പറ്റില്ല. അതും ശരിയാണ്. അപ്പോൾ തന്നിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും ശരിയാണ്. ഇതൊന്നും ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാൻ ആയിട്ടില്ലാത്ത വ്യക്തി ആരാണ്? അപ്പോൾ അത് ഡോക്ടർ സിറിയക് തോമസ് ആണ്. അപ്പോൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചിട്ടുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യണം. തീർച്ചയായിട്ടും നമുക്കറിയാം UPSC അതുപോലെ സ്റ്റേറ്റ് PSC ഒക്കെ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസാണ്. എന്നാൽ ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഓക്കെ, അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക. ദെൻ സംസ്ഥാന PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. പക്ഷേ നീക്കം ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? പ്രസിഡൻ്റ് ആണ്. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. കാലാവധി 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ്. അത് UPSC ആകുമ്പോൾ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ 1936 തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ വരുന്നു. പിന്നീട് മെയിനായിട്ട് നമ്മുടെ ഈ പറയുന്ന തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷനാണ് 1956 അത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനായിട്ട് മാറുന്നത്. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ GD നോക്സ് ആണ്. എന്നാൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷനായിട്ട് വരുമ്പോൾ അതിൻ്റെ ആദ്യ ചെയർമാൻ ആകുന്നത് VK വേലായുധനാണ്. ചിലപ്പോൾ ഇതൊക്കെ ചോദിക്കാട്ടോ സ്റ്റേറ്റ്മെൻറ്റായിട്ട്. VK വേലായുധനാണ് ഫസ്റ്റ് ചെയർമാനായിട്ട് വരുന്നത്. രണ്ടാമത് V മരിയാർ പുത്തം. ഓക്കെ, ഇനി ആസ്ഥാനം പട്ടമാണ്. പട്ടം തിരുവനന്തപുരം. ഇത് എല്ലാവർക്കും അറിയാം അല്ലേ. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ്റെ അംഗങ്ങളുടെയും കാലാവധിയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 316 ക്ലോസ് 2 ഒന്ന് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അതുപോലെ കമ്മീഷൻ, അതായത് നമ്മൾ ഈ പറയുന്ന കേരള PSCയുടെ സ്റ്റേറ്റ് PSCയുടെ കമ്മീഷനിൽ എത്ര അംഗങ്ങൾ വേണം, സ്റ്റാഫിൻ്റെ എണ്ണം, സേവന വ്യവസ്ഥകളൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം ഗവർണർക്കാണ്. അത് ഏത് ആർട്ടിക്കിൾ പ്രകാരം? 318 പ്രകാരം എണ്ണം, നമ്പർ ഓഫ് മെമ്പേഴ്സ്. ഓക്കെ,
അതായത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ എത്ര അംഗങ്ങൾ വേണം, സ്റ്റാഫിൻ്റെ എണ്ണം എത്ര വേണം, അതുപോലെ തന്നെ സേവന വ്യവസ്ഥകളൊക്കെ തീരുമാനിക്കാൻ ഗവർക്കാണ് അധികാരം. ആ അധികാരം ലഭിക്കുന്ന ആർട്ടിക്കിൾ 318 പ്രകാരമാണ്. UPSC 9 ആർക്ക് തീരുമാനിക്കാനുള്ള അധികാരമുള്ളത്? പ്രസിഡന്റിനാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പഠിക്കാൻ. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു പരിമിതി, അതായത് നമുക്ക് ഡ്യൂട്ടീസ് എന്തായാലും അറിയാം, പരീക്ഷകൾ നടത്തുക, നിയമനങ്ങൾക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതൊക്കെ അറിയാം. പരിമിതികളിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പിന്നാക്ക വിഭാഗത്തിലുള്ള പൗരന്മാർക്ക് അനുകൂലമായ നിയമനങ്ങളോ തസ്തികകളോ സംവരണം ചെയ്യുമ്പോൾ അത് സംസ്ഥാന PSCയുമായി കൂടിയാലോചിക്കാറില്ല, അത് ഗവൺമെൻറ്റാണ് ചെയ്യുക. ഓക്കെ, അതുപോലെ പട്ടികജാതി പട്ടികവർഗ്ഗങ്ങൾക്കുള്ള അവകാശവാദങ്ങൾ പരിഗണിക്കുമ്പോഴും സ്റ്റേറ്റ് PSCയോട് എന്ത് ചെയ്യാറില്ല, ആലോചിക്കാറില്ല. ഇത് തന്നെയാണ് UPSCയുടെ കേസിലും. ഓക്കെ, പിന്നെ ഇപ്പോഴത്തെ ആരാണ്? ഡോക്ടർ MR ബൈജു ആണ് കേരള PSCയുടെ അല്ലേ. ദെൻ UPSCയുടെ ചെയർമാൻ ആരാണ് ഇപ്പോഴത്തെ? ഡോക്ടർ അജയ് കുമാറാണ്. ഫസ്റ്റ് പാസ് ദി പോസ്റ്റ് വോട്ടിംഗ് സമ്പ്രദായത്തിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തുന്ന താഴെ പറയുന്നതിൽ ആര് തെരഞ്ഞെടുക്കുവാനാണ്? ഇത് ആക്ച്വലി കേരള ഗവേണൻസിൽ നിന്നല്ല, ജനറലൈസ് ചെയ്ത ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. FPTP സിസ്റ്റത്തിലൂടെ ആരെയാണ് തിരഞ്ഞെടുക്കുക? ഒബ്വിയസ്ലി MLA മാരെയാണ് തിരഞ്ഞെടുക്കുക അല്ലേ, അതായത് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. നെക്സ്റ്റ്, തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഇതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് ആർട്ടിക്കിൾ 243K 243ZA പ്രകാരമാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. എന്നാണ് രൂപീകരിച്ചിട്ടുള്ളത്? 1993 ഡിസംബർ 3-നാണ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും തെറ്റാണല്ലോ, എന്തായാലും തെറ്റാണ്. നമുക്കപ്പോൾ ആൻസർ കിട്ടിക്കഴിഞ്ഞു അല്ലേ, ഒന്നാണെന്നുള്ളത്. അപ്പോൾ ബാക്കിയുള്ള നോക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് കേരള ഗവർണറാണ്, ശരിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നതും ശരിയാണ്. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ MSK രാമസ്വാമി ആയിരുന്നു, അതും ശരിയാണ്. രണ്ടാമത് MS ജോസഫ്. ഓക്കെ, ഇനി കാലാവധി നമുക്കറിയാം. എത്രയാണ് കാലാവധി? 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് അല്ലെ, 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. മറ്റേതാണെങ്കിലോ, അതായത് ഇലക്ഷൻ കമ്മീഷൻ ആണെങ്കിലോ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് എന്നുള്ളതല്ലേ അവിടെ. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ അല്ലേ. ദെൻ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇപ്പോൾ PSCയുടെ അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, അതിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവർണറാണ്. ഇവിടെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവർണറാണെന്ന് കണ്ടു. പക്ഷേ നീക്കം ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിവിടെയും പ്രസിഡന്റാണ്. ഓക്കെ, ഹൈക്കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്ന അതേ നടപടിക്രമമായിരിക്കണം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയും നീക്കം ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. ഇനി ഇപ്പോഴത്തെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? നമുക്കറിയാം, A ഷാജഹാൻ. 7ാമത്തെയാണ് കേട്ടോ അദ്ദേഹം. 7ാമത്തെ ഇലക്ഷൻ കമ്മീഷണറാണ്, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറാണ്. ഇനി ഈ എണ്ണം അടക്കം, അതായത് ഈ പൊസിഷൻ അടക്കം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇപ്പോഴത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? ചീഫ് ഇലക്ടറൽ ഓഫീസർ അത് രക്തൻ U ഗേൽക്കർ. നെക്സ്റ്റ്, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ലക്ഷ്യത്തിൽ പെടാത്തത് ഏത്? ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലത്തിൽ എല്ലാ ക്ലാസ് മുറികളും ഹൈടെക് ക്ലാസ് മുറികളാക്കുക, സംസ്ഥാനത്തെ 1000 സ്കൂളുകളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക, ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം ഉൾപ്പെടെ വിദ്യാർത്ഥികളിൽ ആശയവിനിമയ ശേഷിയും ജീവിത നൈപുണ്യങ്ങളും വർദ്ധിപ്പിക്കുക, വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ 3 നേരം ഭക്ഷണം നൽകുക. ഇതല്ലേ എന്തായാലും ഇല്ലാത്തതിൻ്റെ ചാൻസ്, വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ 3 നേരം ഭക്ഷണം നൽകുക എന്നുള്ളത്. അപ്പോൾ ലക്ഷ്യത്തിൽ പെടാത്തത് ഇതെന്നാണ്. അപ്പോൾ 4 ഇത്രയും ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ബാക്കി നോക്കി. അപ്പോൾ ഈ ഒരു ഇത്രയും എണ്ണത്തിൽ ഇത് മാത്രമാണ് ഇല്ലാത്തത്, 3 നേരം ഭക്ഷണം നൽകുക എന്നുള്ളത്. അപ്പോൾ അത് മാത്രമാണ് ആ ഒരു ലക്ഷ്യത്തിൽ പെടാത്തത് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് നമ്മൾ ഇത്രയും ചോദ്യങ്ങളെ നോക്കുന്നുള്ളൂ കേരള ഗവേണൻസിൻ്റെ. പിന്നെയുള്ള ചോദ്യപേപ്പറുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അതായത് പിന്നെയുള്ള ലെവലുകളിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ OAD ഒക്കെ പേപ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിലൊക്കെ തീർച്ചയായിട്ടും എന്താണ് ഈ പറയുന്ന സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അതൊക്കെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊക്കെ വരാം. അപ്പോൾ ഇത് റാങ്ക് മേക്കിംഗ് ഹോട്ട് ടോപ്പിക്കാണ്, ശ്രദ്ധിച്ച് നോക്കണം. കേരള ഗവേണൻസ് എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റായിട്ടും ചോദിക്കാൻ പറ്റും, ഇതിൽ നിന്ന് എന്താണ് ഡിഫറെൻ്റ് ആയിട്ട് ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ളതും ചോദിക്കാം. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ NREGS ഒക്കെ ഒന്ന് നോക്കണം കേട്ടോ. നിങ്ങൾ NREGS നല്ല രീതിയിൽ തന്നെ നോക്കിക്കോ. ഇതിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് എല്ലാത്തിലും ചോദിക്കുന്നുണ്ട് ഇതിൽ നിന്നുള്ളത്. അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, വാട്ടർഷെഡ് മാനേജ്മെൻറ്റ്, പിന്നെ ജനറലി ഉള്ള കാര്യങ്ങൾ. ഓക്കെ, അതായത് ഇപ്പോൾ ഓരോ ദുർബല വിഭാഗങ്ങൾക്ക് വേണ്ടി കേരള സർക്കാർ ലേറ്റസ്റ്റ് ആയിട്ട് എന്തെങ്കിലും പദ്ധതികൾ സ്കീമുകൾ ഉണ്ട് എങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു ഏരിയയാണ് കേരള ഗവേണൻസ് എന്ന് പറയുന്നത്. കാരണം എല്ലാവർക്കും എല്ലാ ഫാക്ട്സും ഓർത്തിരിക്കാൻ പറ്റണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ ഹോട്ട് ടോപ്പിക്സ് റെഫർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സിവിൽ സർവീസ് പോലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അതിൻ്റെ ക്ലാസ് പോലെയൊക്കെ എടുത്തു കഴിഞ്ഞതാണ്. അതുപോലെ തന്നെ ഭൂപരിഷ്കരണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ. പിന്നെ കേരള പ്ലാനിംഗ് ബോർഡ്, ഇപ്പോൾ ഈ ചോദ്യങ്ങളിലൂടെ കിഫ്ബി ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അത്യാവശ്യം വേണ്ടതൊക്കെ റാങ്ക് മേക്കിംഗ് ഹോട്ട് ടോപ്പിക്സ് അതിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ ഒരു പ്രാവശ്യം കൂടി എങ്ങനെ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കണം എന്നുള്ളത് പറയുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇപ്പോൾ നിങ്ങളൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എടുക്കുകയാണെങ്കിൽ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഇത് നിലവിൽ വന്നത്, എന്നാണ് ഫോം ചെയ്തത്, എത്ര അംഗങ്ങളുണ്ട്, ടോട്ടൽ മെമ്പേഴ്സ് എത്രയാണ്, അവരുടെ ടേം എത്രയാണ്, ആരാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്, ആരാണ് റിമൂവ് ചെയ്യുന്നത്, ഫസ്റ്റ് വന്ന ചെയർമാൻ അല്ലെങ്കിൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരെ നമ്മൾ പറയുമല്ലോ അത് ആരാണ്, ഇപ്പോൾ നൗ ആരാണ്, അതുപോലെ തന്നെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് ഈ ഒരു ബോഡിയുടെ ഫങ്ഷൻസ് മെയിനായിട്ട് ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നിങ്ങൾ നോക്കണം. ഓക്കെ, ഇനി നിങ്ങളൊരു കമ്മീഷൻ എടുക്കുകയാണെങ്കിൽ ലൈക്ക് ഇപ്പോൾ
വനിതാ കമ്മീഷനൊക്കെ എടുക്കുകയാണെങ്കിൽ അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അല്ലെ, കമ്മീഷൻസ് എന്ന് പറയുന്ന മിക്കതും ഒരു ആക്ടിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ഈ ആക്ട് വന്ന ഇയർ ഏതാണ്, അതുപോലെ ഒരു ആക്ടിനെ ബേസ് ചെയ്ത് വന്ന ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഫോം ചെയ്ത വർഷം, തീയതി എത്രയാണ്, അതുപോലെ ഇതിൽ എത്ര അംഗങ്ങളുണ്ട്, ടോട്ടൽ മെമ്പേഴ്സ് എത്രയുണ്ട്, ആരാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്, ആരാണ് റിമൂവ് ചെയ്യുന്നത്, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് ആർക്കാണ്. അതിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണെങ്കിൽ അങ്ങനെ നോക്കണം കേട്ടോ, ഞാനത് അവിടെ പറയാൻ വിട്ടുപോയി. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് ആർക്കാണ്, ഇവരുടെ ടെന്യൂർ എത്രയാണ്, ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, ഒരു ക്വാസി ജുഡീഷ്യൽ സ്ഥാപനമാണോ, അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ, സിവിൽ കോടതിയുടെ അധികാരങ്ങളുണ്ടോ, എന്തൊക്കെയാണ് അധികാരങ്ങളിലുള്ളത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, മെമ്പേഴ്സിന് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറയേണ്ടോ എന്നുള്ളതൊക്കെ ഈ കമ്മീഷൻസിൻ്റെ ഭാഗത്ത് ശ്രദ്ധിക്കണം. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നല്ല രീതിയിൽ തന്നെ എല്ലാവരും ASM എക്സാമിന് വേണ്ടി പഠിക്കുക. നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.